സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ചില പ്രത്യേകതകളുള്ള വേർഡ്സ് കൊണ്ട് ഒരു സെൻറ്റൻസ് തുടങ്ങിയാൽ നമുക്ക് ആൻസറിൽ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റായിട്ട് വരേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ദേ എന്നുള്ള വാക്ക്, THEY, ദേ എന്നുള്ളത്. അങ്ങനെയുള്ള ചില സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള വേർഡുകൾ തന്നെയാണ്. എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി. ഇതാണ് ആ വാക്കുകൾ. എവരിവൺ, എവരിബഡി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി. ഈ വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ സിംഗുലർ ആയിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ പ്ലൂരൽ ആകണം എന്ന് മാത്രമല്ല, സബ്ജക്റ്റായിട്ട് വരേണ്ട പ്രോനൗൺ ഹിയോ, ഷിയോ അല്ലെങ്കിൽ ഏകവചനം അല്ല, ദേ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് പോവാം. Someone has stolen my watch. Someone has stolen my watch. എൻ്റെ വാച്ച് ആരോ മോഷ്ടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിലെ സഹായകരമായിട്ട് വരുന്ന വാക്ക് ഏതാ? ഹാസ് ആണ്. ഹാസ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചേക്കുക, ഹാസിൻ്റെ ബഹുവചനം ആണ് ആൻസറിൽ വരേണ്ടത്. ഹാസിൻ്റെ ബഹുവചനം ഹാവ് ആണ്, അല്ലേ? ഹാസിൻ്റെ ബഹുവചനം ഹാവ് ആണ്. നമ്മൾ സബ്ജക്റ്റായിട്ട് കണ്ടതെന്നോ സമ്മൺ ആണ്. സമ്മൺ വന്നാൽ എന്ത് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്? ദേ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസറിലേക്ക് നമ്മൾ അടുത്തല്ലോ. സമ്മൺ ഹാസ് സ്റ്റോളൺ മൈ വാച്ച്. ആ സെൻറ്റൻസ് പോസിറ്റീവാണ്. ആരെ എൻ്റെ വാച്ച് മോഷ്ടിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമ്മൺ എന്നുള്ളതിന് നമുക്ക് സബ്ജക്റ്റായിട്ട് വരേണ്ടത് ഏതാണ്? ദേ ആണ്. സെൻറ്റൻസ് പോസിറ്റീവാണ്. നമുക്ക് കിട്ടേണ്ട സബ്ജക്റ്റ് ദേ ആണ്. ദേയും ഹാസും കൂടെ ചേരില്ലല്ലോ. ദേ ഹാസ് എന്ന് പറയാറില്ലല്ലോ, ദേ ഹാവ് എന്നല്ലേ പറയാറുള്ളൂ. അപ്പോൾ രണ്ട് പാട്ടിനും ചേഞ്ച് വന്നില്ലേ? അപ്പോൾ ഒന്ന് ഹാസ് എന്നുള്ളത് ബഹുവചനമാകുക, അപ്പോൾ ഹാവ് ആകുന്നു. സമ്മൺ എന്നുള്ളത് എന്താകണം? ദേ ആകണം. അപ്പോൾ ഹാവ് ദേ ആയില്ലേ? സെൻറ്റൻസ് പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരേണ്ടത് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ എന്താ വരിക? ഹാവിൻറ്റ് ദേ. ആൻസർ മനസ്സിലായില്ലേ? സെൻറ്റൻസ് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻസറും അത് വന്ന വഴിയൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമ്മൺ ഹാസ് സ്റ്റോളൺ മൈ വാച്ച്. ഹാസ് എന്നുള്ളത് ഹാവ് ആകുന്നു. സബ്ജക്റ്റായിട്ട് വരേണ്ടത് ദേ ആണ്. അപ്പോൾ ഹാവ് ദേ എന്നാകുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ നെഗറ്റീവ് ആകണം. അപ്പോൾ ഹാവിൻറ്റ് ദേ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് സംബഡി ഈസ് ദെയർ. സംബഡി ഈസ് ദെയർ. അവിടെ ആരും ഉണ്ടെന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. സംബഡി ഈസ് ദെയർ. സംബഡിക്ക് എന്ത് തന്നെ വരണം? ദേ തന്നെ വരണം. ഈസിന് എന്ത് വരണം? ഈസിൻ്റെ ബഹുവചനം ആറാണ്. അപ്പോൾ എങ്ങനെ കിട്ടുന്നു? എന്തിലേക്ക് വരും? നമ്മൾ ആർ ദേയിലേക്ക് വരുന്നു. സംബഡി ഈസ് ദെയർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്. അപ്പോൾ എന്താകണം? ആർ ദേ എന്നുള്ളത് എന്താകണം? ആർ ഇൻ ദേ. മനസ്സിലായി കാണുമല്ലോ. ഹാസ് ഹാവ് ആയതുപോലെ ഈസ് എന്താകുന്നു? ആറാകുന്നു. ഈ പറഞ്ഞ രണ്ട് സെൻറ്റൻസും എന്തായിരുന്നു? പോസിറ്റീവാണ്. അപ്പോൾ ആർ ദേ എന്നുള്ളത് എന്താകുന്നു? ആർ ഇൻ ദേ. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ അതിൻ്റെ ആൻസർ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് സബ്ജക്റ്റ് ദേയിൽ തുടങ്ങിയാൽ ദേ കിട്ടും. ദേയിൽ തുടങ്ങിയില്ലെങ്കിലും ചില പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ച് സെൻറ്റൻസ് തുടങ്ങിയാൽ അതിൽ ആൻസറായിട്ട് വരേണ്ടത് ദേ ആണ്. അപ്പോൾ വരേണ്ട അവിടെയുള്ള ക്രിയ എന്താണോ അതിൻ്റെ ബഹുവചനമാണ് നമ്മൾ ചേർക്കേണ്ടത്. മനസ്സിലായി കാണുമല്ലോ. അടുത്തത് എവരിബഡി നീഡ്സ് മൈ ഹെൽപ്പ്. എവരിബഡി ഓരോരുത്തരും ഒന്ന് അതിൻ്റെ മീനിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് വരും. എവരിബഡി നീഡ്സ് മൈ ഹെൽപ്പ്. അതിൽ സഹായക്രിയയായിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുക? സഹായക്രിയ അവിടെ ഇല്ലല്ലോ, അല്ലേ? മസ്റ്റ് നീഡൊക്കെ നമ്മൾ സഹായക്രിയയായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ സഹായക്രിയ ആയിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ വെർബ് ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് എന്താ പറഞ്ഞത്? എവരിബഡി നീഡ്സ് മൈ ഹെൽപ്പ്. അപ്പോൾ നീഡ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് അല്ല, മെയിൻ വെർബാണ്. എവരിബഡി നീഡ്സ് മൈ ഹെൽപ്പ് എന്നുള്ളത്. അപ്പോൾ നീഡ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. നീഡ്സിനെ അവിടെ ആവശ്യമുണ്ടെന്നുള്ള പ്രധാന ക്രിയയായിട്ടാണ് നിൽക്കുക. നീഡ് എന്നുള്ളത് ബഹുവചനമാണ്. നീഡ്സ് എന്നുള്ളത് ഏകവചനമാണ്. ഏകവചന ക്രിയയെ പിരിച്ചാൽ എന്താ കിട്ടുക എന്നറിയാമല്ലോ. ഏതാ കിട്ടുക? ഡസ്. ഡസ് തന്നെയാണ് വരിക.
അല്ലേ? അപ്പോൾ എവരിബഡി എന്നുള്ളതിൻ്റെ നമുക്ക് എന്താ കിട്ടേണ്ടത്? ദേ എന്നാണ് കിട്ടേണ്ടത്. ദേ ഡസ് എന്ന് പറയില്ലല്ലോ, ദേ ഡു എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഡസ് എന്ന് നമുക്ക് കിട്ടുന്ന എങ്ങനെ കിട്ടുന്നു? അത് നീഡ്സ് എന്ന ഏകവചന ക്രിയയെ പിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡസ് എന്നുള്ള സഹായക്രിയ എന്താകുന്നു? ഡു എന്നുള്ള ബഹുവചനമാകുന്നു. സബ്ജക്റ്റ് അവിടെ എവരിബഡിയാണ് ആണല്ലോ. അപ്പോൾ ദേ ആണല്ലോ അവിടെ വരേണ്ടത്. അപ്പോൾ ഡു ദേ എന്നായില്ലേ? ഈ ഡു ദേ എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ആകുമ്പോൾ അത് ആൻസർ നെഗറ്റീവ് ആകണ്ടേ? അപ്പോൾ എന്താണ് കിട്ടുക? ഡോൺ ദേ. മനസ്സിലായി കാണുമല്ലോ? ഡോണ്ട് ദേ എന്നാണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്തൊരു സെൻറ്റൻസിലേക്ക് പോവാം. എവരിവൺ ലുക്സ് ഹാപ്പി. എവരിവൺ ലുക്സ് ഹാപ്പി. എല്ലാവരും എങ്ങനെ കാണപ്പെടുന്നു? ലുക്സ് മീനിങ് കാണപ്പെടുക എന്നൊരു മീനിങ് ഉണ്ട്. നോക്കുക എന്നല്ല, അത് കൂടാതെ കാണപ്പെടുക എന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ എവരിവൺ ലുക്സ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷവാന്മാരായി അല്ലെങ്കിൽ സന്തോഷവതികളായിട്ട് അല്ലെങ്കിൽ സന്തോഷമുള്ളവരായിട്ട് കാണപ്പെടുന്നു എന്നാണ്. അവിടെ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത് തന്നെയാണ്, ദേ തന്നെയാണ് വരേണ്ടത്. നമ്മുടെ ക്രിയ എന്തെന്നാണ്? ലുക്സ് ആണ്. ലുക്സ് ഏകവചനമാണ്. പിരിക്കുമ്പോൾ കിട്ടുന്നത് എന്തെന്നാണ്? ഏകവചനം നമ്മൾ എന്താ കിട്ടുക? ഡസ്സാണ് കിട്ടേണ്ടത്. ഈ ഡസ്സിനെ നമ്മൾ എന്താക്കണം? ഡു ആക്കണം. ഡൂവിൻ്റെ കൂടെ വരുന്ന സബ്ജക്റ്റ് എന്തെന്നാണ്? ദേ ആണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ് അല്ലേ? സെൻറ്റൻസ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവാണ്. അതുകൊണ്ട് എന്താക്കുക? ആൻസർ നെഗറ്റീവ് ആക്കുക. അപ്പോൾ വീണ്ടും ആൻസർ നമുക്ക് എന്ത് തന്നെ കിട്ടുക? ഡോണ്ട് ദേ. ഡോണ്ട് ദേ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അടുത്ത സെൻറ്റൻസ്, എനിവൺ ക്യാൻ ഓപ്പറേറ്റ് ദിസ് മെഷീൻ. എനിവൺ ക്യാൻ ഓപ്പറേറ്റ് ദിസ് മെഷീൻ. ഈ മെഷീൻ അല്ലെങ്കിൽ ഈ മെഷീൻ ആർക്ക് വേണമെങ്കിലും പ്രവർത്തിപ്പിക്കാം എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ പറഞ്ഞ പൊതുവിലുള്ള നിയമം തന്നെയാണ്. ഇതിൻ്റെ ആൻസർ കണ്ടെത്തുക വളരെ എളുപ്പമാണ്. കാരണം സെൻറ്റൻസ് പോസിറ്റീവ് ആണെന്ന് അറിയാമല്ലോ. എനിവൺ ക്യാൻ ഓപ്പറേറ്റ് ദിസ് മെഷീൻ എന്നാണ്. ആ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ എന്നുള്ള സഹായകരയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ക്യാൻ എന്നുള്ള സഹായകരുടെ പ്രത്യേകത എന്താ? അതിന് ബഹുവചനമില്ല. കുഡ് എന്നുള്ള അതിൻ്റെ പാസ്റ്റ് അല്ലേ? അപ്പോൾ ക്യാൻ എന്നുള്ളത് നമുക്ക് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഇതിൻ്റെ സെൻറ്റൻസ് നെഗറ്റീവ്, നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ക്യാൻ എന്നുള്ളതിന് മാറ്റമില്ല. കാരണം ക്യാൻ എന്നുള്ളതിന് ഏകവചന ബഹുവചന വ്യത്യാസമില്ല. അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്യാൻ എന്നുള്ളത് കനോട്ട് എന്ന് വരും. കനോട്ട് നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ കോൺസ് എന്നാണ് പറയുക. കനോട്ട് എന്ന് പറയും. നമ്മൾ ഷോർട്ടായിട്ട് പറയുമ്പോൾ കോൺസ് എന്നാണ് പറയുക. സബ്ജക്റ്റ് എന്താ വരിക എന്നറിയാലോ? ദേ ആണ് വരിക. അപ്പോൾ ആൻസർ എന്താണ്? കോൺ ദേ. മനസ്സിലായി കാണുമല്ലോ? കോൺ ദേ ആണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 6, 7, 8 സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ ഈ 8 വാക്കുകളുടെയും പ്രത്യേകത എന്താണ്? ഈ 8 വാക്കുകളുടെയും പ്രത്യേകത എന്താണ്? ഇതിന് ശേഷം വരുന്നത് ഏകവചന ക്രിയയായിരിക്കും. സഹായക്രിയ ഉണ്ടെങ്കിൽ അതോട് തന്നെ ചേർത്ത് നമുക്ക് എഴുതാം. പക്ഷേ അതിൻ്റെ ബഹുവചന രൂപമേ എഴുതാവുള്ളൂ. ഇനി സഹായക്രിയ ഇല്ലാതെ മെയിൻ വെർബാണ് അതിനോടൊപ്പം വരുന്നതെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സഹായക്രിയ കണ്ടെടുത്തിട്ട് അതിൻ്റെ ബഹുവചനമാണ് നമ്മൾ ചേർക്കേണ്ടത്. ഒന്നുകൂടെ അത് കുറച്ചുകൂടെ സിമ്പിൾഫൈ ആയിട്ട് പറയാം. ഇതിന് ശേഷം വരുന്നത് ഈ പറഞ്ഞ 8 വാക്കിൽ ഏത് വായിക്കോട്ടെ, അതിന് ശേഷം വരുന്നത് ഈസ് ആണെങ്കിൽ നമുക്ക് കിട്ടുക എന്താണ്? സെൻറ്റൻസ് പോസിറ്റീവും കൂടെ ആണെങ്കിൽ സഹായകര ഈസ് ആണെങ്കിൽ എന്താ വരേണ്ടത്? ആറിൻ്റെ ദേ എന്നാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ വാസ് ആണെങ്കിലോ? വാസിൻ്റെ ബഹുവചനം വെയറാണ്. അപ്പോൾ വെയറിൻ്റെ ദേ എന്നാണ് വരേണ്ടത്. ഹാസ് ആണെങ്കിലോ? ഹാസ് ഏകവചനമാണ്. അതിൻ്റെ ബഹുവചനം ഹാവ് അല്ലേ? അപ്പോൾ എന്താ കിട്ടേണ്ടത്? ഹാവിൻ്റെ ദേ എന്നാണ് വരേണ്ടത്. മറിച്ച് വില്ലാണെങ്കിലോ? ഓണ്ട് തന്നെ വരുന്നു അല്ലേ? കാരണം എന്താ? വില്ലിന് ഏകവചന ബഹുവചന വ്യത്യാസമില്ല. ക്യാനും ഏകവചന ബഹുവചന വ്യത്യാസമില്ല. പിരിക്കുമ്പോൾ കിട്ടാൻ നമുക്ക് ഡസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ബഹുവചനം എടുക്കാവുള്ളൂ. അപ്പോൾ ഡു ആണ് വരേണ്ടത്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡോണ്ട് ദേ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഈ സെഷൻ ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത മറ്റൊരു വെറൈറ്റിയുമായിട്ട്, ഇതിലെ തന്നെ മറ്റൊരു വെറൈറ്റിയുമായിട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.